ഒത്തിരി കുതന്ത്രങ്ങളെയും കാപ്പട്യങ്ങളെയും എല്ലാം മറികടന്ന് ഐതിഹാസികമായ ഒരു അതിജീവന സമരത്തിന്റെ വിജയത്തിലേക്ക് മുനമ്പത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ തങ്ങൾക്ക് പൈതൃകാവകാശം കിട്ടിയതോ തങ്ങൾ പണം മുടക്കി വാങ്ങിച്ചതോ ആയ ഭൂമിയിൽ നിന്ന് തങ്ങളെ തന്ത്രപരമായി ഇറക്കിവിടാൻ വഖഫ് ബോർഡ് ഒരുക്കിയ കുരുക്കിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാനും ഇന്ത്യയിൽ ഇനി ആർക്കും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കുവാനും മുനമ്പത്തെ ഒരു പറ്റം സാധാരണക്കാരായ മനുഷ്യർ നടത്തിവരുന്ന റിലേ നിരാഹാര സമരം ഇപ്പോൾ 110-ലധികം ദിവസങ്ങൾ പിന്നിട്ട് മുന്നേറുകയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമരം പോലെ ഉരുളക്കി മറിയുന്ന തരം ആരംഭശൂരത്വം മാത്രമേ ഈ സമരത്തിനും ഉണ്ടാവുകയുള്ളൂ എന്ന് ധരിച്ച് മുനമ്പം സമരവും അകാല ചരമം അടയുമെന്നത് കാണാൻ കാത്തിരുന്നവരൊക്കെ ഇപ്പോൾ നെറുകാൻ തലയിൽ പ്രഹരമേറ്റതുപോലെ പുളയുന്ന കാഴ്ചകളാണ് കാണുന്നത്. മുനമ്പത്തെ പാവങ്ങളെ ഒരുപോലെ വഞ്ചിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും തെല്ലും അനേക്യമില്ലാതെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി വിട്ടത്. ബഹുമാനപ്പെട്ട ശ്രീ ഉബൈദുള്ളയുടെ 1, 2, ശ്രീ എൻ ഷംസുദ്ദീന്റെ 1, 2, 4, 5, 6 ഭേദഗതികൾ, ശ്രീ ടി സിദ്ദീഖിന്റെ 1, 7 ഭേദഗതികൾ ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഭേദഗതിയുടെ അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. എന്നാൽ ദിനംപ്രതി സമരം ശക്തി പ്രാപിക്കുന്നതിനാൽ പണി തങ്ങൾക്ക് കിട്ടുമെന്നുറച്ച് ഗദർദാരികൾ ഓടിപ്പാഞ്ഞ് മുനമ്പത്തെത്തി അഭിനയ സബരിയുടെ നവരസങ്ങൾ മുഖത്ത് ചാലിച്ച് മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്ന് ആണയിട്ട് പറഞ്ഞ് മുനമ്പം ജനതയുടെ കലികാല രക്ഷകവേഷം കെട്ടിയാടി. എന്നാൽ അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും തീരാത്ത രാഷ്ട്രീയ കപട നാട്യങ്ങൾ ഒരു മുഴം മുൻപേ തിരിച്ചറിയാനുള്ള കൃപ സർവശക്തനായ ദൈവം മുനമ്പത്തെ ജനങ്ങൾക്ക് നൽകിയതുകൊണ്ട് അതിലൊന്നും അവർ വീണുപോയില്ല. മറ്റൊരു കൂട്ടർ ചർച്ച നടത്തി സമരത്തിന്റെ ഗതി തിരിച്ചുവിടാനും കാര്യങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്രമ ജീവിതം നയിക്കേണ്ട ന്യായാധിപനെ കമ്മീഷന്റെ വേഷം കെട്ടിച്ച് കളത്തിലിറക്കിയിട്ട് സമരം നിർത്താൻ മുനമ്പംകാരോട് ആവശ്യപ്പെട്ടു. അതിലും മുനമ്പം ജനത വീണുപോയില്ല, സമരവും നിർത്തിയില്ല. അതോടെ ലോ ആൻഡ് ഓർഡറിന്റെ പേശിബലം കൊണ്ട് സമരം പൊളിക്കാനായി പരിപാടി. എന്നാൽ അതിനിറങ്ങിയവരെ വേളാങ്കണ്ണിപ്പള്ളി കോമ്പൗണ്ടിന് വെളിയിലിറക്കി ഗേറ്റ് അടച്ചുകൊണ്ട് സമരക്കാർ പ്രതികരിച്ചു. അത്രയ്ക്ക് ശക്തമായ ഇച്ഛാശക്തിയോടെ മുന്നേറിയ സമരം ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് വെളിയിലുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും കേന്ദ്രമടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒടുവിൽ വഖഫ് ഭേദഗതി ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ട് മുനമ്പം ജനതയുടെ സഹന സമരങ്ങൾക്ക് നീതി വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെ പ്രതിസന്ധിയിൽപ്പെട്ട് ഇഴയുന്ന മുനമ്പത്തെ പാവങ്ങൾക്ക് നേരെ കേരളത്തിലെ ഇടതു വലത് കക്ഷികൾ നീട്ടിയത് വഞ്ചനയുടെ വലങ്കരമായിരുന്നു എന്നത് വൈകിയാണ് വെളിപ്പെട്ടു വന്നത്. മുനമ്പത്തെ വഖഫ് ഭൂമിയല്ലെന്ന് ആണയിട്ട് പറഞ്ഞവർ ഒരു നിർണായക ഘട്ടത്തിൽ പറഞ്ഞത് തള്ളി പറഞ്ഞുകൊണ്ട് മുനമ്പം ഭൂമി ആരുടേതാണെന്ന് അറിയില്ലെന്നും അത് അന്വേഷിച്ച് ഉറപ്പ് വരുത്തണമാണെന്ന് മാറ്റി പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഭേദഗതി ബില്ലിനെതിരെ ആദ്യം പ്രമേയം പാസാക്കി. അതിനു പുറകെ JPCയിൽ അതിനെതിരെ ശക്തമായ എതിർപ്പുമുണ്ടാക്കി. എന്നാൽ അതെല്ലാം നിഷ്ഫലമായി പോയി. ഇനി ലോക്സഭയിലും ബില്ലിനെ എതിർക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. വഖഫ് ബില്ല് ലോക്സഭയിൽ വരുമ്പോൾ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞവരും നിമിഷങ്ങൾക്കുള്ളിൽ മലക്കം മറിഞ്ഞ് യജമാന ഭക്തി കാട്ടിക്കൊണ്ടാണ് മുനമ്പംകാരെ വഞ്ചിച്ച് മുമ്പോട്ട് പോയത്. ഇപ്പുറത്താകട്ടെ കമ്മീഷനെ വെച്ച് കാര്യം പരിഹരിക്കാൻ ഇറങ്ങിയവരാകട്ടെ മുനമ്പം ജനതയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് വഖഫ് സംരക്ഷണ സമിതി അവർക്കെതിരെ കേസുമായി കോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കമ്മീഷന്റെ ആധികാരികതയെ കുറിച്ച് സർക്കാരിനോട് ആരാഞ്ഞപ്പോഴാണ് സർക്കാർ വക ചതിയുടെ കപട നാടകങ്ങൾ പൊളിഞ്ഞു വീണത്. എന്നിട്ടും അത് സമ്മതിക്കാൻ മടിച്ച സർക്കാർ പ്രശ്നം പരിഹരിക്കാനല്ല മറിച്ച് മുനമ്പം വിഷയം പഠിക്കാനായിരുന്നു കമ്മീഷനെ വെച്ചതെന്ന് പറഞ്ഞ് സർക്കാർ തടിയൂരുകയായിരുന്നു. കടുത്ത വിഭാഗീയ നിലപാടുള്ളയാളും വഖഫ് അടക്കമുള്ള വിഷയത്തിൽ
മുനമ്പത്തിന് എതിരായ ചിന്താഗതികളുമുള്ള അടുത്തിടെ രാജിവെച്ച ഒരു MLA വരെ മുനമ്പത്ത് വന്ന് നാടകം കളിച്ചു. ഇത്തരത്തിൽ വന്നവരെല്ലാം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന പല്ലവി ആവർത്തിച്ചു പാടി നാടകത്തിന് കൊഴുപ്പ് കൂട്ടി. JPCയിൽ വിഷയം വോട്ടിനിട്ടപ്പോൾ 10-നെതിരെ 16 വോട്ടുകൾക്ക് ഭേദഗതി ബില്ല് പാസ്സായതോടെ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കുകയും രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നതോടെ അത് മുൻകാല പ്രാബല്യത്തോടെ നിയമമായി മാറുകയും ചെയ്യുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ വഖഫ് ഭീകരതയുടെ നീരാളിപ്പിടുത്തത്തിൽ സാധാരണക്കാരെ ഒന്നടങ്കം സ്വന്തം വസ്തുവകളിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കിവിടാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതിലുള്ള കടുത്ത ഇച്ഛാഭംഗം നിമിത്തം ആസന്നമായ ദില്ലി തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് അടങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവർ ഉച്ചേസ്തരം പറയുന്ന ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ വഖഫ് ഭൂമിയെ സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അതേ ബ്രിട്ടീഷുകാർ തന്നെ വഖഫിനെ കുറിച്ച് പറഞ്ഞത് അങ്ങേയറ്റം ഹാനികരമായ ഒരു സമ്പ്രദായം എന്നായിരുന്നു എന്നത് ഇവർ മനഃപൂർവ്വമായി മറക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ വൈചിത്ര്യം. വഖഫ് ഭീകരതയുടെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഈ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ദീർഘവീക്ഷണത്തിന് ആരാണെങ്കിലും ഒരു നല്ല നമസ്കാരം പറഞ്ഞു പോകും. ഇന്ത്യയൊട്ടക്കം 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയാമായിരുന്ന സാഹചര്യം സംജാതമായിരിക്കുമ്പോഴാണ് അതിനൊക്കെ തടയിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത്. മുനമ്പം വിഷയം വീണ്ടും പരിഗണിച്ച കോടതി വഖഫ് വസ്തുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഭൂമിയിൽ ട്രൈബ്യൂണലിന് മുന്നിൽ തീരുമാനത്തിനായി ഇരിക്കുന്ന വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കോടതി വീണ്ടും രംഗത്തെത്തി. ഒരിക്കൽ ഏറ്റുപറഞ്ഞ കാര്യം വീണ്ടും സമ്മതിക്കാൻ സർക്കാർ തയ്യാറായതിനു പുറകെ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്നും ടൈം ഓഫ് റഫറൻസ് എവിടെയെന്നും കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന ആളുകൾ കൈവശം വെച്ചിരിക്കുന്ന രേഖകളുടെ നിയമപരമായ സാധുത എന്താണെന്നും ചോദിച്ചതോടെ ആകെ വെട്ടിലായ സർക്കാർ മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്ന് ആവർത്തിക്കുകയും ഒറ്റ നിമിഷത്തിലാണ് സർക്കാർ കെട്ടിയിറക്കിയ ജുഡീഷ്യൽ കമ്മീഷൻ വെറും അന്വേഷണ കമ്മീഷനായി മാറിയതെന്നത് വളരെ കൗതുകമായിരിക്കുന്നു. ഏതായാലും നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും കോടതിയിൽ നയം വ്യക്തമാക്കി. അത് മുനമ്പം നിവാസികളെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ കയ്യിൽ അതിനുള്ള ആധികാരിക രേഖകളുണ്ട്. മുനമ്പത്തെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാനാകുമെന്നും കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുന്നതിന് എതിരായി കമ്മീഷനെ വിളിച്ചിട്ട് നിങ്ങൾ കോടതി പറയുന്നത് കേൾക്കണ്ട എന്ന് പറയാൻ സർക്കാരിനാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി P. രാജീവ് കമ്മീഷന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ടായ ബലഹീനത തുറന്നു സമ്മതിച്ചു. രാമചന്ദ്രൻ കമ്മീഷനെ കളത്തിലിറക്കുമ്പോൾ 3 മാസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ഉറപ്പു പറഞ്ഞതും ഇതേ മന്ത്രി തന്നെയായിരുന്നു എന്നതും ശ്രദ്ധേയമായിരിക്കുന്നു. ഏതായാലും മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളിയുടെ മുൻപിൽ നടന്ന ഐതിഹാസിക സമരം വിജയകരമായ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. അതിജീവന ക്ലേശങ്ങളും കുതന്ത്രങ്ങളും തമ്മിലാണ് മുനമ്പത്ത് ഏറ്റുമുട്ടിയതെന്ന് പറയാതെ തരമില്ല. സമരം വിജയമാകുന്നുവെന്ന് കണ്ട ചിലരൊക്കെ അതിന്റെ ക്രെഡിറ്റ് കൈയാളാൻ 8 കാലു മമ്മൂഞ്ഞുകളായി കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറെ ഖേദകരം. മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നത്തെ കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത അധികാരികളിൽ പലരും ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്നു. തങ്ങളുടെ കീഴിലുള്ള വഖഫ് ബോർഡിനെ നിലയ്ക്ക് നിർത്തേണ്ടിയിരുന്ന സർക്കാർ അതിന് മെനക്കെടാതെ കളിച്ച കളി എല്ലാ അർത്ഥത്തിലും അവർക്ക് തിരിച്ചടിയായി മാറി. ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടതരും വലതരും കൂടെ നിൽക്കില്ല എന്നതിന് ഒത്തിരി തെളിവുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുൻപ് കിട്ടിയിട്ടുള്ളതാണ്. മുനമ്പത്ത് നിന്ന് അത് ഒന്നുകൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും നല്ലതു മാത്രം സംഭവിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ മുനമ്പം ജനത. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.